ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിത രാമനാഥനെ വിളിച്ച് പറയുന്ന സമയത്ത് സ്വപ്നവലി ഫോം മേടിക്കുകയാണ്. മോളെ ഇഷിതേ, പറ, എനിക്ക് നിന്റെ നാവിന്ന് കേൾക്കണം. മഹേഷ് കണ്ണു തുറന്നോ? അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു അമ്മേ. മഹേഷ് കണ്ണു തുറന്നു, സംസാരിച്ചില്ലെങ്കിലും പ്രതികരിക്കുന്നുണ്ട്, എന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞു. ഈശ്വര, മുരുക, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞു. ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി മോളെ, ഞാൻ ഫോം വെക്കട്ടെ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, ഭഗവാനോട് നന്ദി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോം വെക്കാണ് സ്വപ്നവേലി. ആ സമയത്ത് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ്, ആദ്യമായിട്ട് അമ്മയുടെ നാവ് കൊണ്ട് മനസ്സറിഞ്ഞ് മോളെ എന്നുള്ള വിളി കേട്ടു. സമാധാനമായി, സന്തോഷമായി ദൈവമേ എന്ന് ഇഷിതയും പ്രാർത്ഥിക്കാട്ടോ. ഇതൊക്കെ കണ്ട് രചന മനസ്സിൽ വിചാരിക്കണം, ആഹ്ലാദിക്കുക അവള്, അവക്കറിയില്ലല്ലോ അവക്ക് വെച്ച കെണിയിലാണ് മഹേഷ് വീണേന്ന് എന്ന് രചന മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. ആ സമയത്ത് സ്വപ്നവേലി പറഞ്ഞു, രാമ കേട്ടില്ലേ ഇഷിത പറഞ്ഞത്? എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുന്ന്. അതെ, സ്വപ്നത്തിന്റെ പ്രാർത്ഥനയാണോ അത് മഹേഷിന് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ എന്തൊന്നും അറിയത്തില്ല, എന്തായാലും പ്രാർത്ഥന ഫലിച്ചു എന്ന് പറയാണ്. ഇപ്പോഴാണ് ഒരു സമാധാനമായത് എന്ന് ഞാനേ ഒന്ന് ദൈവങ്ങളടുത്ത് ഒന്ന് നന്ദി പറഞ്ഞിട്ട് വരട്ടെ രാമ. മഞ്ജുമേ, നീ പോയിട്ടെ ചിപ്പിമോളുടെ സ്കൂൾ ബസ് വരാനേ അവളെ വിളിച്ചിട്ട് വാ രാമ. സ്വപ്നം, എനിക്കൊരു ചായതാ. ഇപ്പം എടുക്കാം രാമ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അവിടെ ഇരിക്കണം. മുരുക, നീ കാത്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മാഷിനെയാണ്. മാഷ് ഫോണിലൂടെ, ആണോ, ശരി മോളെ, സന്തോഷമായി. ഫോൺ വെക്കാണ്. പ്രിയാമണി, പ്രിയാമണി ഒന്നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുചിത്ര വരുന്നുണ്ട്. എന്താ ഇളയച്ച, ഒരു സന്തോഷവാർത്ത പറയാനേ? മഹേഷിന് കണ്ണു തുറന്നോ? നിന്റെ ഇളയമ്മ കൂടി വരട്ടെ. പ്രിയാമണി ഒന്നിങ്ങോട്ട് വാടോ. വരുന്നു. എന്താ എന്താ സന്തോഷ വാർത്ത? അതെ, നമ്മുടെ മരുമോൻ കണ്ണു തുറന്നു, അവനെ സംസാരിച്ചില്ലെങ്കിലും പ്രതികരിക്കുന്നുണ്ടെന്ന്. ഈശ്വര, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതെ, നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടു. അല്ലെങ്കിലും എൻ്റെ മോളെ ദൈവം കൈവിടില്ലെന്ന് എനിക്കറിയായിരുന്നു. അവളൊരു കുഞ്ഞിൻ്റെ ജീവനാ രക്ഷിച്ച് രാവിലെ കയ്യിലേക്ക് കൊടുത്തത്. അപ്പം അതുകൊണ്ട് ദൈവങ്ങൾ അവളെ കണ്ണു തുറക്കാതിരിക്കൂടെ അവളുടെ നേരെ. അവളുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് ദൈവം നമ്മുടെ കൂടെ നിന്നത്. മാഷെ, ഞാൻ എപ്പോഴും ഈ പൂജാറൂമിൽ പോയിട്ട് തിരി കൊളുത്തട്ടെ, മാഷും വാ. മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം. താൻ തിരി കൊളുത്തിക്കോ, ഞാൻ വന്നോളാം എന്ന് പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട്, ഞാനിന്ന് ശിരീഷിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. ആ സമയത്ത് മഞ്ജുമ പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. അമ്മേ, അമ്മേ എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാട്ടോ. എന്താ മഞ്ജുമേ, എന്താ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ, ചിപ്പമോള് സ്കൂൾ ബസ്സിലില്ല, അവള് വരുന്ന മുമ്പേ നീ ഇങ്ങോട്ട് പോന്നോ? അച്ഛൻ സ്കൂൾ ബസ് വന്നു, ആ സമയത്ത് സ്കൂൾ ബസ്സിൽ അവൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ആയെടുത്തും ഡ്രൈവർക്കൊക്കെ ചോദിച്ചു, അവള് കയറിയില്ലെന്നാ പറഞ്ഞത്. പിന്നെ അവിടെ സ്കൂൾ ബസ്സിലുള്ള പിള്ളേരും പറഞ്ഞു അവളിന്ന് കണ്ടിട്ടില്ലെന്ന്. സ്വപ്നയിൽ പണ്ട്, എൻ്റെ മുരുക, അടുത്ത പരീക്ഷണമാണോ? എൻ്റെ കുഞ്ഞിത് എവിടെ പോയി? ഇനി ഇഷിതെങ്ങാനും വരുന്നത് കാത്ത് അവളവിടെ നിൽക്കുന്നുണ്ടാവും എന്ന് മഞ്ജുമ ചോദിക്കുമ്പോ സ്വപ്നവേലി പറയുന്നുണ്ടില്ല, രാവിലെ ഇഷിത പറയണത് ഞാൻ കേട്ടതാ, നീ സ്കൂൾ ബസ്സിനെ വരണോന്ന് പറയണത്. അയ്യോ, പിന്നെ അവളത് എവിടെ പോയി? അമ്മേ, എനിക്കിപ്പോ സംശയം തോന്നുന്നത് അവളിനി മഹേഷിന്റെ കാര്യം അറിഞ്ഞ് ഹോസ്പിറ്റൽ ഏതാന്നറിയാതെ ഹോസ്പിറ്റൽ അന്വേഷിച്ചാണെന്ന് പോകുമായിരിക്കോ? ഈശ്വര, അടുത്ത പരീക്ഷണമാണോ? നിങ്ങളൊന്ന് ഇഷിതേനെ വിളിച്ചേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് മാഷല്ല, നമ്മുടെ രാമനാഥൻ വേഗം തന്നെ ഇഷിതേനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ മോളെ ഇഷിത. എന്താ അച്ഛാ? മോള് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു ചിപ്പി മോളെയും കൂട്ടിക്കൊണ്ട് വൈകിട്ട്? ഇല്ല അച്ഛാ, ഞാനെങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനാ? എൻ്റെ കാർ ആക്സിഡന്റ് ആയിരിക്കുകയല്ലേ. പിന്നെ ചിപ്പി മോള് സ്കൂൾ ബസ്സിന് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അച്ഛാ? ചിപ്പി മോള് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയില്ലെന്നോ? സ്കൂൾ ബസ് വന്നില്ലേ? വന്നു, മഞ്ജുവ പോയായിരുന്നു. സ്കൂൾ ബസ്സിലെ ആയയും ഡ്രൈവറും പറഞ്ഞു ഇന്ന് ചിപ്പിമോള് സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ലെന്ന്. ഈശ്വര, പിന്നെ എൻ്റെ കുഞ്ഞിത് എവിടെ പോയി? ഞാനിപ്പോൾ വരാച്ച എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിത ഡോക്ടറിന്റെ റൂമിലേക്ക് കയറി പോവാട്ടോ. ആ കാഴ്ച കാണുന്ന രചന മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെന്താ ഡോക്ടറിന്റെ റൂമിൽ തീ പിടിച്ച പോലെ പോണത്? എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രചന പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ നേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അതെ ഡോക്ടർ, ഇഷിതേ ഇപ്പൊ ഇതിനകത്തേക്ക് കയറിയത് ഇതിന് പ്രശ്നമുണ്ടോ? മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? മഹേഷ് സാർ ഓക്കെയാണ്, അത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് മഹേഷ് സാറിന്. ശരി എന്ന് പറയണം. രചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പൊ മഹേഷിന്റെ പ്രശ്നത്തിനല്ല അവൾ അകത്ത് കയറി പോയത്. മിക്കവാറും അവളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വരെ വിളി വന്ന് കാണുമായിരിക്കും. അപ്പോൾ ഇഷിത ഇവിടുന്ന് പോകാൻ പോവായിരിക്കും. അതിന് ഡോക്ടറിന്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ ഇഷിത ഇവിടുന്ന് പോകും. മഹേഷിന്റെ അടുത്ത് രചന മാത്രം ഞാൻ അകത്ത് കയറി കാണും, മഹേഷിനോട് പറയും ആപത്ത് സമയത്ത് ഞാൻ മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മഹേഷിന്റെ അടുത്തിരിക്കണം എന്നൊക്കെ രചനയും വിചാരിക്കാട്ടോ. ശേഷം രാമനാഥൻ ഞാൻ പുറത്തേക്ക് പോവാന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറയണ്ട, അച്ഛനിത് എവിടെ പോകാൻ പോവാ? അച്ഛൻ്റെ കയ്യിൽ ഒരു വണ്ടി പോലും ഇല്ലല്ലോ, പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാതെ ഇവിടെ അടങ്ങിയിരിക്കണോടി എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ പുറത്തേക്ക് പോവാണ്. സ്വപ്നവല്ലി മഞ്ജു ചോദിക്കുന്നുണ്ട്, മഞ്ജുമേ സത്യം പറ,
നീ എങ്ങാനും രജനിനെ വിളിച്ചേ അമ്മേ ദേ അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ അവളെ വിളിച്ചിട്ട് പോലുമില്ല. മഹേഷ് ആക്സിഡന്റ് ആയെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അവളെ വിളിച്ചിട്ടില്ല. എന്നാൽ നീ ഒന്ന് അവളെ വിളിച്ചു നോക്ക്. ഇനി ആദ്യം എങ്ങാനും എന്തെങ്കിലും പറഞ്ഞ് ഇനി അവളുടെ കൂടെ എങ്ങാനും ഉണ്ടോ പറയാൻ പറ്റില്ല. മിക്കവാറും ആകാശ് മേനോനും അവളായിരിക്കും ഇതിന് പിന്നില്. ദ്രോഹി, കുലദ്രോഹി. അവളെ ഞാൻ ഈ ജന്മം വിശ്വസിക്കില്ല. അവള് നിങ്ങൾ എന്റെ കുഞ്ഞിനെ ചെയ്ത് കാണും. അവളൊന്ന് വിളിച്ചു നോക്കിയടി എന്ന് പറയാണ്. ഞാനൊന്നും വിളിക്കത്തില്ല അവളെ. മഹേഷ് ആക്സിഡന്റ് ആയിട്ട് പോലും ഞാൻ അവളെ വിളിച്ചൊന്നും ഇല്ലല്ലോ. എനിക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്തേക്ക് പോകുവാട്ടോ. പിന്നീട് കാണിക്കുന്ന രചനേനെയാണ്. രചനേനെ സുമിത വിളിക്കുന്നുണ്ട്. സുമിത വിളിച്ചിട്ട് ആദ്യം ഇത്ര നേരം വൈകിയല്ലോ. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയാണ് സുമിത ഈ രചനനെ വിളിക്കുന്നത് കേട്ടോ. ഹലോ രചന, നീ ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ, എന്താ? അല്ല, മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, മഹേഷ് കണ്ണു തുറന്നു, ഇപ്പോ കുഴപ്പമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോഴേക്കും സുമിതയുടെ മുഖമൊക്കെ ആക്കാൻ മാറുവാട്ടോ. അല്ല, ആദി വന്നില്ലേ? അത് പറയാൻ വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്. അല്ല, ആദി ഇതുവരെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? മഹേഷിനെ കണ്ണു തുറന്നപ്പോ നീ മഹേഷിനെ കാണാൻ പോയായിരുന്നോ? ഇല്ല, ഇഷിതയുണ്ടല്ലോ, അവള് കാണാൻ പോയി. അവള് ഡോക്ടറും കൂടി ആണല്ല. എന്നെ കാണാൻ വേണ്ടി സമ്മതിച്ചില്ല. കാണാനായിട്ടൊരു അവസരം ഞാൻ നോക്കിയതാ. കാണാൻ അവസരം കിട്ടുമ്പോഴൊക്കെ നീ കാണാൻ വേണ്ടി പോണം. വേറൊന്നിനല്ല, മഹേഷിന് ആക്സിഡന്റ് സംഭവിക്കണ മുമ്പ് മഹേഷ് നമ്മുടെ വണ്ടി എങ്ങാനും പുറകിൽ കണ്ടിരുന്നോ എന്നറിയണമല്ലോ. നമുക്കതിന് എന്തായാലും ഒരു വ്യക്തത വേണം. എങ്കിൽ മാത്രമേ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മഹേഷ് എങ്ങാനും നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നു. മഹേഷിന് സംശയം വരൂ. മഹേഷ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. അതുകൊണ്ടാ ചോദിച്ചത്. അല്ല, നീ ആദിയുടെ കാര്യം എന്താ പറഞ്ഞത്? ആദി ഇതുവരെ വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ലെന്നോ? ചിലപ്പോ വല്ല സ്കൂൾ വല്ല ക്യാമ്പോ അല്ലെങ്കിൽ നേച്ചർ ക്ലബ്ബോ അങ്ങനെ ഇതിൽ അവൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവരങ്ങനെയൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. സ്കൂൾ ബസ്സിന് തിരിച്ചു വരുന്നതാണല്ലോ. കുഴപ്പമില്ലടി, കുറച്ചുകൂടി കൂടി ഞാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സുമിത ഫോൺ വെക്കാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചന മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ആദ്യം ഇത് എവിടെ പോയി? സ്കൂൾ കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 മണിക്കൂറായല്ലോ, ഇതുവരെ മോൻ എത്തിയിട്ടില്ലെന്നോ? ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ പെട്ടെന്ന് ആകാശ് ഇന്നലെ പറഞ്ഞ കാര്യം രചന ആലോചിക്കാട്ടോ. ആദ്യയുടെ അടുത്ത് പറഞ്ഞത് രാത്രി, നിന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുവാണ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുന്ന രചനക്ക് മനസ്സിലാവാണ്. അതെ, അപ്പൊ എന്റെ മോൻ മഹേഷിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എങ്ങനെ തേടി നടക്കുമായിരിക്കോ എന്ന് പറഞ്ഞിട്ട് രചനയും അവിടെ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാട്ടോ. ആ സമയത്ത് സുമിതേനാണ് പിന്നെ കാണിക്കണത്. സുമിതയാണെങ്കിൽ മനസ്സിലോ, ആ മഹേഷ് മരിച്ചില്ലേ, മരിച്ചെങ്കിൽ സമാധാനമായിട്ടെന്ന് പറഞ്ഞിരിക്കായിരുന്നു. അപ്പോഴേക്കും അവൻ ജീവനോടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടാണ് സുമിത. എന്നിട്ട് സുമിത അവരുടെ മാഡത്തെ വിളിക്കാട്ടോ. അതേ മാഡം, ജസ്റ്റ് മിസ്സിന് മഹേഷ് മരിക്കാതെ രക്ഷപ്പെട്ടത്. ഞാനവൻ മരിക്കുമെന്നാ കരുതിയത്. എന്തായാലും ആ ആക്സിഡന്റിന് പിന്നിൽ വലിയൊരു കളിയുണ്ട് മാഡം. അതൊന്നും ഞാൻ ഫോണിലൂടെ പറയുന്നില്ല, നേരിട്ട് പറയാം. മാഡം ഈ ചക്കിനെ വെച്ചത് കുക്കിനെ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ടോ? ഏകദേശം അതുപോലെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാറ് വരുന്ന ശബ്ദം സുമിത കേൾക്കാട്ടോ. മാഡം, ഞാൻ പിന്നെ വിളിക്കാം. എൻ്റെ പിന്നെ ഫോൺ കട്ടയാണ്. കാറിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നത് രചനയാട്ടോ. രചന വേഗം സുമിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രചന എന്ന് പറയുമ്പോഴേക്കും, നീ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ എത്ര പ്രാവശ്യം തന്നെ വിളിച്ചു. എടി, എന്നെ ഡയറക്ടർ ബോർഡിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്റെ ഫോൺ എടുക്കണത്, നിന്റെ കോൾ വന്നത് ഞാൻ കണ്ടായിരുന്നു. അല്ല, ആദ്യനെ കുറിച്ച് എന്തൊരു വിവരം കിട്ടിയോ? ഇല്ല, സ്കൂൾ ബസ്സിലെ ഡ്രൈവറെ ഞാൻ വിളിച്ചു, അവരാരും ആദ്യനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ആദ്യം എവിടെ പോവാനാ? ഇനി മഹേഷിന്റെ വിവരം എങ്ങനെ അറിഞ്ഞിട്ട് എന്ന് പറയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആകാശ് അങ്ങോട്ടേക്ക് വരും കേട്ടോ. ആകാശിനോട് സുമിത പറയുന്നുണ്ട്, ഇതുവരെ ആദ്യം വീട്ടിലേക്ക് വന്നിട്ടില്ല. വരില്ലല്ലോ, അവനിപ്പോ തലതെറിച്ച രീതിയിലല്ലേ ജീവിക്കുന്നത്. അവന് പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് കയ്യിലാക്കാൻ ആൾക്കാരുണ്ടല്ലോ. അവൻ ആരുടെ കയ്യിലും 1 രൂപ പോലും മേടിക്കില്ല എന്ന് രചന പറയുമ്പോഴേക്കും, ആര് പറഞ്ഞു മേടിക്കില്ലെന്ന്? ഇഷിതയും മഹേഷും അവന് നല്ല പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. അടിച്ചു പൊളിക്കാൻ നല്ല പൈസ അവന്റെ കയ്യിലുണ്ട്. കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കായിരിക്കും അവൻ എന്ന് പറയാണ്. അതുകൊണ്ടിട്ടല്ലേ അവൻ ഇഷിതാമേ എന്ന് വിളിക്കുന്നത്. പോക്കറ്റ് മണി കൊടുത്ത് കയ്യിൽ ആക്കിയിരിക്കുക പെണ്ണ്. ഇനി ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന് ആകാശ് പറയുമ്പോൾ രചന ആകാശിന്റെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രചന ദേഷ്യത്തോടു കൂടി തന്നെ ഇഷിതനെ വിളിക്കുന്നുണ്ട്. മഹേഷ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നീ ഇതൊരു അവസരമാക്കി എടുത്തല്ലേ? എന്റെ മോനെ നീ തട്ടിയെടുത്തല്ലേ? അനാവശ്യം പറയരുത് രചന, നീ ചിപ്പിമോളെ അവസരമാക്കി കൊണ്ടുപോയല്ലേ എന്ന് പറയാണ്. രണ്ടുപേരും പരസ്പരം പഴി ചാരുവാട്ടോ. അതേസമയം ഓട്ടോറിക്ഷയില് നമ്മുടെ ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവർ ഐസിയുടെ ഉള്ളിൽ കയറി മഹേഷിനെ കാണുവാട്ടോ. ചിപ്പി മഹേഷിനെ വിളിക്കുമ്പോൾ മഹേഷ് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ചിപ്പിനെ നോക്കാൻ പോകുന്ന ഭാഗത്തോടെയാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.